ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോകുൽ ഹേമന്തിനോടും ഫ്രണ്ടിനോടും ബാറിൽ വെച്ച് സുശീലയെക്കുറിച്ച് പറയാൻ കേട്ടോ. അങ്ങനെ സുശീല ഇനി എന്തെങ്കിലും ചെയ്താൽ, എന്തെങ്കിലും എൻ്റെ അനിയത്തെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കിയാൽ ഞാൻ അവരെ കൊല്ലുക തന്നെ ചെയ്യും, അവരോട് ഞാൻ ഇനി ക്ഷമിക്കില്ല എന്ന് പറയണം. അങ്ങനെ ഹേമന്ത് ബാത്റൂമിലേക്ക് പോകുന്ന സമയത്താണ് ഇന്ദ്രൻ അവിടെ ഇരുന്ന് കള്ളു കുടിക്കുന്നത് കാണുന്നത്. അങ്ങനെ ഗോകുലിനോട് ഹേമന്ത് പോയി പറയാണ്, ഇന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട്, സുശീലയുടെ പൊന്നാര മകൻ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ ഗോകുൽ ഇന്ദ്രന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഹാപ്പി വിഷു എന്ന് പറയാണ്. അപ്പോൾ തിരിച്ചും ഇന്ദ്രനും അങ്ങനെ പറയാൻ കേട്ടോ. എന്നിട്ട് ഗോകുൽ ഇന്ദ്രനോട് സുശീലയെ കുറിച്ച് കളിയാക്കിയ മട്ടിൽ സംസാരിക്കുകയാണ്. ഇന്ദ്രന് പഞ്ചരത്നം വീട്ടിലേക്ക് വിഷു ആയിട്ട് തവണ പോവാൻ സാധിക്കില്ലല്ലോ, അതെല്ലാം കാരണം നിന്റെ അമ്മ കാരണമല്ലേ. ഇത്തവണത്തെ വിഷു നിന്റെ വീട്ടിൽ നല്ല ആഘോഷമായിരിക്കുമല്ലോ. സുശീല ആന്റി ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമല്ലേ ഇത്തവണ ഇങ്ങനെ ഒരു വിഷു കിട്ടിയത് എന്ന് പറയാം. അതുകൊണ്ട് സുശീല ആന്റി ഇത്തവണ ഈ വിഷു വലിയ ആഘോഷമാക്കാനാണല്ലോ സാധ്യത എന്ന് പറയുമ്പോൾ സുശീലനെ കുറിച്ച് കുറ്റം പറയുകയാണെന്ന് ഇന്ദ്രന് മനസ്സിലാവാണ്. ഗോകുൽ, നിനക്ക് എൻ്റെ അമ്മയോടുള്ള ദേഷ്യം എന്താണെന്നുള്ളത് എനിക്കറിയാം. സത്യൻ എന്നോടത് പറഞ്ഞിട്ടുണ്ട്. ഇന്ദുവിനെ കുറിച്ച് വളരെ മോശമായിട്ടാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത്. ഇനി എൻ്റെ അമ്മയുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഗോകുൽ പറയാണ്, നിന്റെ അമ്മയുടെ ഭാഗത്ത് നിന്നും തെറ്റുണ്ടാവില്ല എന്നുള്ളതിന് എന്ത് ഉറപ്പാണുള്ളത്? നിന്റെ അമ്മയുടെ നാക്ക് പിടിച്ചു കെട്ടാൻ നിനക്ക് പറ്റും? നിന്റെ അമ്മയെ നിനക്ക് ഏതെങ്കിലും രീതിയിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എനിക്കിന്ന് നിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും നഷ്ടപ്പെടില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രന്റെ സ്വഭാവം മാറുകയാണ് കേട്ടോ. എന്നിട്ട് ഇന്ദ്രൻ പറയണേ, ദേ ഗോകുലെ, എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ പല കുഴപ്പങ്ങളും ഉണ്ടാവും, അതൊന്നും നീ എണ്ണണ്ട, നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് ഇന്ദ്രൻ പറയുമ്പോൾ പറയണേ, നീ നിന്റെ അമ്മയെ അങ്ങനെ വെള്ളപൂശാനൊന്നും നോക്കണ്ട, നാട്ടുകാർ ആ തള്ളയെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് നീ കാണേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രന്റെ സ്വഭാവം വീണ്ടും മാറുകയാണ്. അങ്ങനെ ഇന്ദ്രൻ ഗോകുലിന്റെ ഷർട്ടിന് കയറി കുത്തിപ്പിടിക്കാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇന്ദ്രന് പരിസരബോധം മറന്ന് തെറ്റാണെന്ന് മനസ്സിലാവുകയാണ് കേട്ടോ. അങ്ങനെ ഇന്ദ്രന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലും അത് എൻ്റെ അമ്മ തന്നെയാണ്. നാട്ടുകാർ എൻ്റെ അമ്മയുടെ നേരെ കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കല്ല് മുഴുവനും ഞാൻ നിന്ന് കൊള്ളും. ഇന്ദ്രൻ വീണാൽ മാത്രമാണ് എൻ്റെ അമ്മയുടെ മേല് ഒരു കല്ല് വീഴുള്ളൂ. ഒന്ന് ചൊറിയാതെ പോവാൻ നോക്കടാ എന്നും പറഞ്ഞ് ഇന്ദ്രൻ പോവാണ്. അങ്ങനെ ഇന്ദ്രൻ പോകുന്ന സമയത്ത് ഗോകുൽ പറയുന്നുണ്ട്, നിന്നെ പേടിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്ന് നീ കരുതണ്ട. പണ്ടത്തെ ഗോകുലിന്റെ സ്വഭാവം പുറത്തിറക്കണ്ട എന്ന് കരുതിയിട്ടാണെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയണ, അത് തന്നെയാടാ എനിക്കും പറയാനുള്ളത്. പഴയ ഇന്ദ്രൻ ആയിരുന്നെങ്കിൽ എൻ്റെ അമ്മയെക്കുറിച്ച് നീ ഇങ്ങനെ മോശമായി സംസാരിച്ചതിന് നിന്റെ അണപ്പല്ല് അടിച്ച് താഴെ ഇട്ടാലാണ് ഈ ഇന്ദ്രൻ അടങ്ങി നിൽക്കുമായിരുന്നുള്ളൂ. നിനക്ക് എൻ്റെ സ്വഭാവം അറിയാത്തതൊന്നുമല്ലല്ലോ. ഇനി നിനക്ക് വല്ല പരാതിയും ഉണ്ടെങ്കിൽ നാളെ എൻ്റെ വീട്ടിലേക്ക് വായോ നീ, എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. അല്ലാതെ ബാറിൽ നിന്ന് എൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയ സ്ഥലമല്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഇന്ദ്രൻ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. പിന്നീട് സുശീലയുടെ വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി വിഷു ആഘോഷിക്കാൻ കേട്ടോ. എന്നിട്ട് പൂത്തിരിയും പടക്കമൊക്കെ കത്തിക്കുകയാണ്. ആ സമയത്താണ് സത്യൻ ഭാനു അമ്മയ്ക്ക് വിഷുക്കോടി കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് പറയണേ, ഭാനുമ്മേ, ഞങ്ങളുടെ വക വിഷുക്കോടിയായിട്ട് ഭാനുമ്മയ്ക്ക് ഇതാ ഒരു ഡ്രസ്സ് എന്ന് പറയണം. നാളെ രാവിലെ തന്നെ പ്രതിഭയുടെ വീട്ടിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ ഭാനുമ്മ പറയണ, നിങ്ങൾ ഇന്ന് തന്നെ പ്രതിഭയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതിയത്. കാരണം അനുവിൻ്റെ വീട്ടിലേക്ക് ഇന്ദ്രനും അനുവും കൂടി തലേ ദിവസം തന്നെ പോവാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ സുശീലയ്ക്ക് അത് പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ സുശീല പറയണ, അത് അവളുടെ അഹങ്കാരമായിരുന്നു, അതെ എൻ്റെ മോൻക്ക് അവിടേക്ക് പോകുന്നതൊന്നും ഒരു ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. അവിടെ പോയി വെറുതെ ഇരുന്നിട്ട് അവന് ബോറടിക്കുകയായിരുന്നു. അവൻ അങ്ങനെ അടങ്ങിയിരിക്കുന്നതൊന്നും ഇഷ്ടമില്ലാത്തതാണ്. വെറുതെയല്ല, നേരത്തെ കാലത്തെ എല്ലാം അണഞ്ഞു പോയത്. എന്തായാലും ആ ബാധ്യത തലേന്ന് ഇറക്കി വെച്ചതോടെ എൻ്റെ മോൻ ഒരു സമാധാനമുണ്ട്. അപ്പോൾ ഭാനുമ്മ പറയണ, ആരു പറഞ്ഞു സുശീലെ നിന്റെ മോൻ ഇപ്പോൾ മനസമാധാനത്തിലാണ് ജീവിക്കുന്നത് എന്ന്? ഇന്ദ്രൻ അവൻ്റെ ഭാര്യയും മകനും ഇല്ലാതെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണെന്ന് പറയുമ്പോൾ, നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ ഉള്ളൂ പറയാ, നിങ്ങൾ എപ്പോഴും അവളുടെ ഭാഗം നിന്നിട്ടല്ലേ സംസാരിക്കുകയുള്ളൂ. വിഷുവിന് വല്ലതും കിട്ടുമെന്ന് കരുതിയിട്ടല്ലേ ഇവിടേക്ക് ഓടി വന്നത്, അല്ലെങ്കിൽ പിന്നെ അവിടെ തന്നെ അങ്ങ് നിന്നാ പോരെ, എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വന്നത്? കേട്ടപ്പോൾ ഭാനുമ്മക്ക് ഒരു വിഷമം വരും കേട്ടോ. അപ്പോൾ സത്യൻ ഒച്ച എടുത്തോണ്ട് അമ്മയെ എന്നങ്ങ് വിളിക്കാൻ കേട്ടോ. അപ്പോൾ അവര് പറഞ്ഞത് നീ കേട്ടില്ലേടാ, നിന്റെ ഏട്ടൻ സമാധാനമില്ലാതെ ഓടി നടക്കുകയാണെന്നൊക്കെയല്ലേ ഇവര് പറയുന്നത്. അപ്പോൾ സോന പറയണ്, ഭാനുമ്മയ്ക്ക് അറിയാവുന്നത് ഭാനുമ്മ പറഞ്ഞു, എന്തിനാ അമ്മ ഇങ്ങനെ ചൂടാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ സുശീല പറയണ്, എൻ്റെ വീട്ടിൽ വന്ന് എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എനിക്ക് കേട്ടു നിൽക്കാൻ കഴിയില്ല. അനുപമയും കുഞ്ഞുമില്ലെങ്കിൽ ഇന്ദ്രൻ ഒലിച്ചു പോകുമെന്നല്ലേ ഇവർ പറയുന്നത്. അപ്പോൾ ഭാനുമ്മ പറയണേ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല സുശീലെ, ഞാൻ പറഞ്ഞത് ഇന്ദ്രൻ ഇപ്പോഴും അവൻ്റെ കടമകൾ ചെയ്തുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ അനുപമയുടെ വീട്ടിൽ വന്ന് അനുപമയ്ക്കും മോനുമൊക്കെ വിഷുക്കോടിയും കൈനീട്ടവും ഒക്കെ കൊടുക്കാൻ വന്നിരുന്നു. അതൊക്കെ കൊടുത്തിട്ടാണ് അവൻ പോയത്. അതിൻ്റെ സമാധാനം അവനക്ക് കേട്ടപ്പോൾ സുശീല ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. ആ സമയത്താണ് ഇന്ദ്രൻ അവിടേക്ക് കള്ളും കുടിച്ചു വരുന്നത്. ആ ഭാനുമ്മ ഇവിടെ എത്തിയോ? ഭാനുമ്മ ഞാൻ ഇന്ന് അനുപമയ്ക്ക് വന്ന് വിഷുക്കോടി കൊടുത്തപ്പോൾ അത് തിരിച്ചു കൊടുത്ത കാര്യമൊക്കെ
എന്നൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലേ എന്ന് പറയുമ്പോൾ ഭാനുമ്മ ഒന്നും മിണ്ടാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ സുശീലയോട് പറയണേ, അമ്മ അതുകൊണ്ടായിരിക്കുമല്ലേ അമ്മയുടെ മുഖം ഇങ്ങനെ കയറ്റി പിടിച്ച് നിൽക്കുന്നത്. വിച്ചുമോൻ്റെ കാര്യത്തിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്മേ. പിന്നെ വിച്ചുമോനെ നല്ലതുപോലെ അനുപമ നോക്കുന്നത് കൊണ്ട് അവൾക്കൊരു സാരിയും എടുത്തു. പക്ഷേ അവൾ അത് വാങ്ങിയില്ല എന്നൊക്കെ പറയട്ടോ. അത് കേട്ടപ്പോൾ സുശീല എന്ന് പറഞ്ഞ് ദേഷ്യത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. പക്ഷേ അവൾ അത് വാങ്ങിച്ചില്ല. അവൾ എന്നെ നിഷേധിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് ഞാനിത് സൂക്ഷിച്ചു വെച്ചോളാം എന്ന് പറഞ്ഞ് ആ സാരി കെട്ടിപ്പിടിച്ചോണ്ട് ഇന്ദ്ര നിൽക്കാൻ കേട്ടോ. അത് കാണുമ്പോൾ സുശീലക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ഇന്ദ്രൻ്റെ കയ്യിൽ നിന്നും ആ സാരി വാങ്ങിയിട്ട് ദേഷ്യത്തോടു കൂടി പുറത്തേക്ക് പോവാൻ കേട്ടോ. അവൾക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകം കൂടി പണിയട. അവളെന്നെ അമ്മയുടെ മുഖത്തടിച്ചതല്ലേ. നീ അവൾ വേണ്ട എന്ന് കരുതിയപ്പോൾ നീ എന്തിനാ അത് ഇവിടേക്ക് കൊണ്ടുവന്നത്? നിനക്കത് വല്ല കുപ്പത്തൊട്ടിയിലും കൊണ്ടുപോയിടായിരുന്നില്ലേ? അത് ഇങ്ങ് തന്നേ, ഞാനത് വെച്ചോളാം എന്ന് പറയുമ്പോൾ നീ ഇത് ഇവിടെ സൂക്ഷിക്കില്ല എന്നും പറഞ്ഞ് ഇന്ദ്രൻ്റെ കയ്യിൽ നിന്നും ആ സാരി വാങ്ങിയ ശേഷം സുശീല അത് പുറത്ത് കൊണ്ടുപോയി അതങ്ങ് കത്തിച്ച് കളയാനട്ടോ. എനിക്കിതൊക്കെ കാണുമ്പോൾ വിഷമം വരുന്നുണ്ടായിരിക്കും. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അവൾക്ക് ഇതൊന്നും കണ്ട് ഒരു വിഷമവുമില്ല. അവളിപ്പോൾ പഞ്ചരത്നത്തിൽ സന്തോഷത്തോടു കൂടി എല്ലാവരും ഒത്ത് ചെലവഴിക്കാവും. നിന്നെ പരിഹസിച്ചുകൊണ്ട് അവരെല്ലാവരും സംസാരിക്കുന്നുമുണ്ടാവും എന്നും പറഞ്ഞ് സുശീല ചാടിത്തുള്ളിയിട്ട് അകത്തേക്ക് കയറി പോവാട്ടോ. അങ്ങനെ ഇന്ദ്രന് ആ സാരി കത്തുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമം വരികയാണ്. എന്നിട്ട് ഇന്ദ്രൻ അവിടെ ഇരുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ സത്യനും ഭാനുഅമ്മയ്ക്കും പ്രതിഭയ്ക്കും സോനയ്ക്കും ഷാമിനും ഒന്നും ചെയ്യാനാവാതെ ഇന്ദ്രനെ നിസ്സഹായതോടു കൂടി നോക്കിയിട്ടാണ് കേട്ടോ അവരും നിൽക്കുന്നത്. പിന്നീട് പഞ്ചരത്നം വീട്ടിൽ എല്ലാവരും എത്തിയ ശേഷം നല്ല സന്തോഷത്തിൽ എല്ലാവരും വിഷു ആഘോഷിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പഞ്ചരത്നത്തിൽ നിന്ന് ആഘോഷിക്കുന്ന സമയത്തും മഞ്ചാടി മാറി നിന്ന് ഇവൻരാജുമായി ഫോണിൽ ചാറ്റ് ചെയ്യാണ്. അങ്ങനെ അതെല്ലാം രഘു ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ രഘു മഞ്ചാടിയുടെ അടുത്ത് ചെന്നിട്ട് പറയണേ, എന്താണ് ഫോണിൽ ഈ സമയത്ത് എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് പറയുമ്പോൾ ഇപ്പോൾ അതൊന്നും വേണ്ട, നീ ഇങ്ങ് വായോ എന്ന് പറഞ്ഞ് മഞ്ചാടിയും കൂട്ടി അവിടെ എല്ലാവരും കൂടി ആഘോഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ അനുപമയും മാറി നിൽക്കുമ്പോൾ മാഷ് എന്തിനാ മോളെ നീ അവിടെ മാറി നിൽക്കുന്നത്, നീ അവരെ കൂടെ പോയിട്ട് ആഘോഷിക്കുക എന്ന് പറഞ്ഞ് അനുപമയും മാഷ് പറഞ്ഞയക്കാം കേട്ടോ. അങ്ങനെ എല്ലാ സന്തോഷത്തോടു കൂടി തന്നെ വിഷു ആഘോഷിക്കുകയാണ്. ഈ സമയം ജീവൻ രാജും ആസിഫും കൂടി സംസാരിക്കുകയാണ്. ചോദിക്കുകയാണ്, എന്താടാ വെറും സ്വീറ്റ് ഡ്രീംസ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മയൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, മഞ്ചാടി അത്തരത്തിലുള്ള ഒരു സ്വഭാവമുള്ള കുട്ടിയല്ല, അവൾക്ക് മറ്റെന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതെന്താ നിന്റെ കാമുകൾക്ക് നീ അറിയാത്ത മറ്റ് ലക്ഷ്യങ്ങളോ, അതെന്താ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് പല ലക്ഷ്യങ്ങളുമുണ്ട്. ഞങ്ങൾ സ്വന്തം കാലിൽ നിന്നതിൻ്റെ ശേഷമാണ് ജീവിതം തന്നെ അവളൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ. സ്വന്തം കാലിൽ നിൽക്കാനാണ് ഞങ്ങൾ ആദ്യം ശ്രമിക്കുന്നത്. അതിൻ്റെ മുന്നേ ഞങ്ങൾ തമ്മിൽ പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് തന്നെ. രഘുവേട്ടനടക്കം എല്ലാവരും മഞ്ചാടിയെ നിരീക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ അവളുടെ അച്ഛൻ എന്തോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നാളെ തന്നെ അറിയാം, എല്ലാത്തിനും ഒരു തീരുമാനം നാളെ ഉണ്ടാവുമെന്ന് പറയട്ടോ. അപ്പോൾ ആസിഫ് പറയണ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് സൂക്ഷിക്കണം. അവർക്ക് വല്ല സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മഞ്ചാടിയെ പുറത്തു വിടില്ല എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ ജീവൻ രാജിന് ഒരു ചെറിയ പേടി വരികയാണ്. പിന്നീട് വിനയൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഒപ്പം ശബരിയുമുണ്ട്. അപ്പോഴാണ് അവിടേക്ക് രഘു വരുന്നത്. എന്നാൽ നമുക്ക് കിടക്കാല്ലേ എന്ന് പറയുമ്പോൾ മഞ്ചാടിയുടെ കാര്യം ദാസാറ് ഇന്ന് അച്ഛനോട് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് പറയാൻ സാധ്യതയില്ല, കാരണം വിഷു മൊത്തത്തിൽ കുളമാവില്ലേ. പിന്നെ നാളെ എന്തോ മഞ്ചാടിയുടെ കാര്യത്തിൽ അച്ഛൻ ഒരു സർപ്രൈസ് കരുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടാണ് ദാസാറ് അച്ഛനോട് ഇക്കാര്യം പറയൂ എന്ന് രഘു പറയട്ടോ. അപ്പോൾ ശബരി പറയണേ, എന്തായാലും മഞ്ചാടിയുടെ കല്യാണ കാര്യമല്ല, മറ്റെന്തോ ഒരു സർപ്രൈസ് തന്നെയാണ്. അത് മഞ്ചാടിക്ക് ഇഷ്ടമായാൽ പിന്നെ മഞ്ചാടി തന്നെ ജീവൻ രാജിന്റെ കാര്യത്തിൽ നിന്നും പിന്മാറിക്കോളും. പിന്നെ നമുക്ക് എന്തായാലും ജീവൻ രാജിനെ നാളെ കഴിഞ്ഞ ദിവസം നമുക്കൊന്ന് കാണാൻ വേണ്ടി പോവണം എന്ന് രഘു പറയണം. പിന്നീട് അനുപമ ഉറക്കം കിട്ടാതെ ആലോചിച്ച് ഇങ്ങനെ ഓരോന്ന് ഓർത്തോണ്ട് കിടക്കാൻ കേട്ടോ. ആ സമയത്താണ് ഇന്ദ്രൻ കള്ള് കുടിച്ചുകൊണ്ട് പഞ്ചരത്നം വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് പഞ്ചരത്നം വീടിന്റെ ഗേറ്റ് അങ്ങ് തുറക്കുകയാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ ഇന്ദ്രൻ അനുപമയ്ക്ക് വീണ്ടും ഒരു വിഷുക്കോടി വാങ്ങിയിട്ടാണ് വരുന്നത്. അമ്മ ആ സാരി കത്തിച്ച് കളഞ്ഞെങ്കിലും കൂടിയിട്ട് ഇന്ദ്രന് മനസമാധാനം ഇല്ലാത്തതുകൊണ്ട് അനുപമയ്ക്ക് വിഷുക്കോടി വാങ്ങിയിട്ടാണ് പഞ്ചരത്നം വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് അനുപമയെ അലറിങ്ങോണ്ട് ഇന്ദ്രൻ വിളിക്കാൻ കേട്ടോ. അനു, നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വായോ എന്ന് പറഞ്ഞ് കള്ള് കുടിച്ചോണ്ടാണ് ഇന്ദ്രൻ വിളിക്കുന്നത്. അപ്പോൾ ആ വിളി കേൾക്കുന്ന സമയത്ത് അനുപമ പെട്ടെന്നങ്ങ് ബെഡിൽ നിന്നും എണീക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇന്ദ്രേട്ടൻ്റെ സൗണ്ട് ആണല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ അനു എല്ലായിടത്തും നോക്കുന്നത്. അനുപമ പുറത്തേക്ക് ഇറങ്ങി വരാൻ നിൽക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് പ്രതിഭയും സത്യനും പ്രതിഭയുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് സത്യനോടും പ്രതിഭയുടെ അമ്മയോടും കൂടി പറയാണ്, അമ്മ ഇപ്പോൾ പ്രതിഭയോട് കുറച്ച് മോശമായിട്ടാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും. അതിന് കാരണം അന്ന് കല്യാണം നടത്തിയ സുതനങ്ങളൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ടാണ് എന്നുള്ളതൊക്കെ അമ്മ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ പ്രതിഭയോട് കുറച്ച് മോശമായിട്ട് അമ്മ പെരുമാറുന്നത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി
കൂടി സുധൻ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എങ്ങനെയാണ് ഇത് സുശീല അറിഞ്ഞത് എന്നുള്ള ഭാവത്തിൽ. പിന്നീട് സത്യനും പ്രതിഭയും സോനയും ശ്യാമും ഒക്കെ പോയി കഴിഞ്ഞ ശേഷം, ഇന്ദ്രനും പോയി കഴിഞ്ഞ ശേഷം സുശീല ഒറ്റയ്ക്കാവുകയാണ്. അങ്ങനെ സുശീല ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് കേട്ടോ. പ്രതിഭയെ സത്യൻ്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള ചിന്തയാണ് ഇനി അടുത്തത് സുശീല ചിന്തിച്ചു കൂട്ടുന്നത്.